ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ ബീഫിന് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളകും പൊടി, ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ 2 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഞങ്ങൾക്കതൊരു 5-6 വിസിലടിച്ച് വേവിപ്പിക്കാം. ആദ്യം ഞാൻ പാലക്കച്ചപ്പ് 1 കെട്ട്, ഉലുവച്ചപ്പ് 2 കെട്ട്, പിന്നെ മല്ലിച്ചപ്പ് 2 കെട്ട്, ഒരു 1/2 കെട്ട് പുതിനച്ചപ്പ്, ആവശ്യത്തിനുള്ള കരിവേപ്പില, ഇതൊക്കെ നന്നായി കഴുകി ചെറുങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് റീഫണ്ട് ഓയിലാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണ വേണം അത്ര എണ്ണ, എത്ര വയ്ക്കും അത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും. എണ്ണ വെച്ചിട്ട് അതിലേക്ക് പട്ട, കറാമ്പ്, പിന്നെ ഏലക്കായ ഇട്ടിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, അത് വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തക്കാളി കട്ട് ചെയ്യാം. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര എരിവാണോ അതിനുള്ള പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്യണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ചൂടായപ്പോഴത്തേക്കും തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറച്ചി വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മിക്സിലേക്ക് ചപ്പുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. ആദ്യം ഉലുവച്ചപ്പ് 2 കെട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതൊന്ന് ചൂടാകുമ്പോൾ പാലക്കച്ചപ്പ് 1 കെട്ട് അത് ഇട്ട് കൊടുക്കണം. പിന്നെ അത് നല്ലോണം എണ്ണയിൽ നല്ലോണം ചൂടാകണം. അത് ചൂടായിട്ടാകുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കെട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, ഒരു 1/2 കെട്ട് പുതിനച്ചപ്പ് ഇട്ട് കൊടുത്തു, കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളകും പൊടി ആഡ് ചെയ്തു. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി മസാല, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ഒരു ഇച്ചിരി കുറച്ചെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണോളം മട്ടൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഞങ്ങൾ 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തൈരും അതിലേക്ക് വെച്ച് ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കണം. പിന്നെ അതിലേക്ക് വെന്ത ബീഫ് ഇട്ട് കൊടുത്തു. ബീഫ് ഇട്ടിട്ടായാൽ ഞങ്ങളെ മസാല റെഡിയായി. പിന്നെ 1.5 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ആ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണം. 3 കപ്പ് വെള്ളം ഒഴിച്ച് ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഈ 1.5 കപ്പ് അരി നല്ലോണം കഴുകിയിട്ട് ഞങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് അത് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ് ബിരിയാണി നിങ്ങൾക്ക് റെഡിയായി കിട്ടും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. താങ്ക് യു.